പാണ്ടിക്കാട് തമ്പാനങ്ങാടി കരിങ്കാളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം തുടങ്ങി. വെള്ളിയാഴ്ച രാവിലെ നടന്ന ഉദയപൊങ്കാലയോടെയാണ് ആഘോഷത്തിന് തുടക്കമായത്. 5 ദിവസങ്ങളായി നടക്കുന്ന മഹോത്സവം ചൊവ്വാഴ്ച സമാപിക്കും. വെള്ളിയാഴ്ച രാവിലെ യുവ വനിതാവേദിയുടെ നേതൃത്വത്തിൽ നടന്ന ഉദയ പൊങ്കാലയോടെയാണ് തമ്പാനങ്ങാടി കരിങ്കാളികാവ് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തിന് തുടക്കമായത്. വിശേഷാൽ പൂജകൾക്ക് ക്ഷേത്രം തന്ത്രി കിഴക്കുംപാട്ടത്ത് ഇല്ലത്ത് വാസുദേവൻ നമ്പൂതിരിപ്പാട്, മേൽശാന്തി ബൈജു പുത്തൻമഠം എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ശനിയാഴ്ച രാത്രി 8:30 നൃത്തനൃത്യങ്ങൾ, തട്ടകത്തിലെ കുട്ടികളുടെ കലാപരിപാടികൾ എന്നിവ നടക്കും. ഞായറാഴ്ച വൈകിട്ട് 1,00,000 ദീപം സമർപ്പണം, തായമ്പക, ഘോഷം വിളക്ക്, അന്നദാനം, നൃത്ത സംഗീത വിരുന്ന് എന്നിവ നടക്കും. തിങ്കളാഴ്ച വൈകിട്ട് 4-ന് തമ്പാനങ്ങാടി ആനപ്രേമി സംഘത്തിന്റെ നേതൃത്വത്തിൽ ആനച്ചമയ പ്രദർശനം, 7-ന് ഘോഷം വിളക്ക്, തുടർന്ന് എഴുന്നള്ളിപ്പ്, അന്നദാനം എന്നിവ നടക്കും. താലപ്പൊലി ദിവസമായ ചൊവ്വാഴ്ച രാവിലെ 10-ന് ഭഗവതി സദ്യ ആരംഭിക്കും. ഉച്ചയ്ക്ക് 2-ന് ക്ഷേത്രത്തിൽ നിന്ന് 5 ഗജവീരന്മാരുടെയും താളമേള വാദ്യഘോഷങ്ങളുടെയും അകമ്പടിയോടെ തമ്പാനങ്ങാടിയിലേക്ക് എഴുന്നള്ളിപ്പ് നടക്കും. തുടർന്ന് പാണ്ടിമേളം, കുടമാറ്റം, ഗാനമേള, താലപ്പൊലി എഴുന്നള്ളിപ്പ് തുടങ്ങിയവയും അരങ്ങേറും. ഡിസംബർ 27-ാം തീയതിയാണ് തുടക്കം കുറിക്കുന്ന ദിവസം. ഇന്ന് താലപ്പൊലി മഹോത്സവത്തിന് പൊങ്കാലയോട് കൂടിയിട്ടാണ് തുടക്കം കുറിക്കുന്നത്. 5 ദിവസം നീണ്ടു നിൽക്കുന്ന നമ്മുടെ താലപ്പൊലി മഹോത്സവം അതിഗംഭീരമാക്കാൻ ഈ നാട്ടിലെ നല്ലവരായ ഭക്തജനങ്ങളും ജാതി മതസ്ഥരെല്ലാവരും ഡിസംബർ 31-ാം തീയതി ഭഗവതി സദ്യയോട് കൂടിയുള്ള നമ്മുടെ താലപ്പൊലി മഹോത്സവത്തിന് എല്ലാവരും ക്ഷണിക്കുകയാണ്. നമ്മളറിയാം, ഈ നാടിൻ്റെ ഉത്സവം, ഈ മലപ്പുറം ജില്ലയിൽ തന്നെ പേര് കേട്ട ഉത്സവങ്ങളിൽ ഒന്നാണ് തമ്പാനങ്ങാടി ശ്രീ കരിങ്കാളികാവ് ക്ഷേത്രം. ഏവർക്കും പരിചയവും സുപരിചയവുമുള്ള ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം പൊങ്കാലയോട് കൂടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഉത്സവത്തിന് മാറ്റുകൂട്ടുന്നത് ഗജവീരന്മാർ, 5 ഗജവീരന്മാരോട് കൂടി എഴുന്നള്ളിപ്പും അതോടുകൂടിയുള്ള നമ്മുടെ ഭഗവതി സദ്യയാണ്. അപ്പോൾ ഏവർക്കും ഈ ഉത്സവത്തിന് സ്വാഗതം. വൻ വിജയമാകട്ടെ. എല്ലാവരും ഒത്തൊരുമിച്ച് ഒരുമയോടുകൂടി പ്രവർത്തിച്ച് ഈ ഉത്സവം വൻ വിജയമാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ക്ഷേത്രം നർത്തകൻ ശ്രീധരൻ നായർ, ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് NT ബൈജു, സെക്രട്ടറി K സുബീഷ്, ട്രഷറർ സുകുമാരൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പാണ്ടിക്കാട്. വിരലിന്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.